കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ വീട്ടമ്മമാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയാണ് അക്ഷയ പുതിയ ഓൺലൈൻ പദ്ധതികൾ ആരംഭിക്കുന്നത്. അച്ചാർ നിർമ്മാണം മുതൽ ടൂറിസം പ്രൊമോഷൻ വരെയുള്ള വിവിധ പരിപാടികളാണ് തിങ്കിംഗ് ക്ലബ്ബും അക്ഷയയും ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സ്വയം വരുമാന മാർഗം കണ്ടെത്താനുള്ള പദ്ധതികൾക്കാണ് അക്ഷയ രൂപം നൽകുന്നതെന്ന് അക്ഷയ കേന്ദ്രം ഡയറക്ടർ സെബാസ്റ്റ്യൻ പനക്കൽ പറഞ്ഞു. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന രീതിയിൽ ഞാനും കുട്ടികളുമായി ശനിയാഴ്ച ഇരുന്ന് പുതിയ രീതികൾ ആവിഷ്കരിക്കുകയാണ് ഞങ്ങൾ ആദ്യത്തെ പടി. ഓണത്തിനാണെങ്കിൽ പോലും ഞങ്ങളുടെ ആഘോഷം വ്യത്യസ്തമായിരിക്കണമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ആലോചിച്ചുണ്ടാക്കിയ ഒരു പുതിയ രീതിയാണ് വിദേശികളെ തന്നെ കൊണ്ടുവന്ന് ഓണം എന്തെന്ന് അവർക്ക് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കാവുന്ന രീതിയിൽ ഈ കുമ്പളങ്ങിയിലെ ടൂറിസം പാർക്കിൽ കൊണ്ടുവന്നവർ ചേർത്തുകയെല്ലാം ചെയ്തത്. അതിൻ്റെ അനുബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ആളുകളെ കൊണ്ടുവരുന്ന നിങ്ങൾ സപ്പോർട്ട് തരാമോ, ടൂറിസത്തിലേക്ക് ടൂറിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവരുമെങ്കിൽ നിങ്ങളത് മാനേജ് ചെയ്യാമെന്ന് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കെല്ലാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കാണുന്നത്. ഓൺലൈനിലൂടെ ആ ബന്ധങ്ങളിലൂടെയും മറ്റിതുവരെയുള്ള നമ്മളുടെ ബന്ധങ്ങളിലൂടെയും ഇൻ്റർനെറ്റ് റിസർച്ചും സെർച്ചിലൂടെ കിട്ടുന്ന ആളുകളെ നേരിട്ട് വീഡിയോ കോൺഫറൻസിംഗ് വഴി ക്ഷണിച്ചുകൂടെ വരുത്തിയിട്ട് അവർക്ക് ടൂറിസത്തിൻ്റെ സപ്പോർട്ട്, അതായത് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് സേവനം കൊടുക്കാനാവും. ഇവിടെ ഒരു എത്തിക്കുന്ന ഒരു അഗ്രസീവ് മാർക്കറ്റിംഗാണ് നമുക്കില്ലാത്തത്. അത് അക്ഷയയിലൂടെ ചെയ്ത് കാണിക്കാമെന്നുള്ളതാണ് എൻ്റെ ധൈര്യം. കാരണം വീഡിയോ കോൺഫറൻസിങ് ക്ലാസ്സുകളൊക്കെ എടുത്ത് ശീലമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അത്ര ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്, ടൂറിസവുമായിട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രത്യേക ക്ലാസ്. ആർക്കും മലയാളത്തിൽ സംസാരിക്കാനേ അറിയാവുന്നതാണെങ്കിൽ വിദേശ മലയാളികളോട് സംസാരിച്ച് അവരെ ഇങ്ങോട്ട് പിക്നിക്കിന് കൊണ്ടുവന്നാലും നമുക്ക് ഈ പറഞ്ഞ പണവും കാര്യങ്ങളും കിട്ടും. കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സ്വയം വരുമാന മാർഗം കണ്ടെത്താനുള്ള പദ്ധതികൾക്കാണ് അക്ഷയ രൂപം നൽകുന്നതെന്ന് അക്ഷയ കേന്ദ്രം ഡയറക്ടർ സെബാസ്റ്റ്യൻ പനക്കൽ പറഞ്ഞു. വിവിധ ഇനം അച്ചാറുകൾ, സുഗന്ധ സോപ്പുകൾ, സുഗന്ധ മെഴുകുതിരികൾ, പരിസ്ഥിതിക്കിണങ്ങുന്ന പേപ്പറിൽ നിർമ്മിച്ച വേസ്റ്റ് ബോക്സുകൾ, ഗ്ലാസ് പെയിന്റിങ്ങുകൾ തുടങ്ങി ഓരോരുത്തരുടെയും അഭിരുചിക്കും കഴിവിനും അനുസരണമായുള്ള പരിപാടികളാണ് അക്ഷയ ആവിഷ്കരിക്കുന്നത്. ഓൺലൈനിലൂടെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ നൽകാനുള്ള പദ്ധതി വൻ വിജയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അക്ഷയയിൽ ഓൺലൈൻ ടീച്ചിങ്ങിന് പ്രത്യേക പരിശീലനം നേടുന്ന ശ്രീലത പറഞ്ഞു. ഇവിടെ അക്ഷയ സെൻറ്ററിൽ ഇവിടെ സാറിൻ്റെ സെൻറ്ററിൽ മാത്രമാണ് അതിനെക്കുറിച്ച് കൂടുതൽ പോസിബിലിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ആ ഓൺലൈൻ വഴി ട്യൂഷൻ കൊടുക്കാൻ വിദേശത്തായാലും കുട്ടികളെ നമ്മൾക്ക് അക്ഷയ സെൻറ്റർ വഴി കുട്ടികളെ കിട്ടുകയും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അക്ഷയ സെൻറ്റർ വഴി ഇതിന് യാതൊരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാം സാറിൻ്റെ സെൻറ്റർ വഴി എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓൺലൈൻ വഴി സാറിന് 32 വർഷത്തെ വിദേശത്ത് ദുബൈയിൽ സാറ് ഓൺലൈൻ വഴിയും അല്ലാതെയും അധ്യാപകർക്ക് തന്നെ ടീച്ചിങ് കൊടുത്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു സാറായതുകൊണ്ട് സാറിനെ കുറിച്ച് അറിഞ്ഞ് അപ്പോൾ ആ സാറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്തരം ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടമ്മമാർക്കായാലും അല്ലാതെ ഉള്ള ആൾക്കാർക്കും നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട്